ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂരിൽ ധാരാളം പേർ ഭജനമിരിക്കുവാൻ എത്താറുണ്ട്. അധികമായും രോഗശാന്തി നേടുവാൻ നടത്തുന്ന വഴിപാടാണിത്. ഒരു ദിവസം, 3 ദിവസം, 7 ദിവസം, 12 ദിവസം, 41 ദിവസം എന്നീ രീതിയിൽ ഒരു വർഷം വരെ ഭജനം നടത്താറുണ്ട്. ലഘുവായ സാത്വിക ആഹാരം മാത്രം കഴിച്ചുകൊണ്ടും ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ടും ഭജനം പൂർത്തിയാക്കിയാൽ ഉദ്ദിഷ്ടകാര്യം ഭഗവാൻ സാധിപ്പിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. എന്നതിന് എത്രയോ അനുഭവക്കാരുണ്ട്. ഭജനം ഇരിക്കുന്ന ദിവസങ്ങളിൽ കൃഷ്ണനാട്ടം ഉണ്ടെങ്കിൽ അത് കാണുന്നതും മഹാപുണ്യമാണ്. ഭജനം ഇരിക്കുന്നതിന് ശരിയായ ചിട്ടയുണ്ട്. വ്രതശുദ്ധിയോടെ വെളുപ്പിന് 2 മണിക്ക് ഭജനം ഇരിക്കുവാൻ തുടങ്ങണം. ഗുരുവായൂരപ്പനിൽ മനസ്സുറപ്പിച്ച് ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കുളിച്ച് നിർമ്മാല്യ ദർശനം നടത്തി ഭജനം ആരംഭിക്കണം. പ്രധാനമായും 5 പൂജകൾ കണ്ടു തുടങ്ങണം എന്നാണ് പറയാറ്. 5 പൂജയും 3 ശീവേലിയും ഉണ്ടായിരിക്കും. എതിരേറ്റു പൂജ, ഉഷപൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ, പിന്നെ അത്താഴപൂജ എന്നിങ്ങനെ 5 പൂജകൾ. പിന്നെ കാലത്തും ഉച്ച തിരിഞ്ഞിട്ടും രാത്രിയും ശീവേലിയുണ്ട്. ഈ 3 ശീവേലിയും കണ്ടു തൊഴുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശീവേലിയുടെ ഒപ്പം ഭജനം പാടിക്കൊണ്ട് ഭഗവാന്റെ പിറകിലായിട്ട് പ്രദക്ഷിണം വയ്ക്കാവുന്നതാണ്. നിർമ്മാല്യ ദർശനം നടത്തിയാൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സർവ്വപാപങ്ങളും നശിച്ചു പോകും എന്നാണ് വിശ്വാസം. നിർമ്മാല്യം തൊഴാൻ തലേ ദിവസം ക്യൂ നിൽക്കണം. അങ്ങനെ സാധിക്കുന്നവർക്ക് നേരത്തെ വന്ന് ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്ത് കുളിച്ചു ശുദ്ധിയാവുക. ചിലർ ക്യൂ നിന്നിട്ട് ആ ഒരു സമയം ആകുമ്പോൾ പുറത്തുപോയി ക്ഷേത്രകുളത്തിൽ കുളിച്ചിട്ട് വരാറും ഉണ്ട്. ശേഷം ക്യൂ നിന്നിട്ട് 3 മണിക്ക് നട തുറക്കുമ്പോൾ നിർമ്മാല്യം തൊഴാവുന്നതാണ്. ഈ സമയമെല്ലാം ബാക്കി എല്ലാ ചിന്തകളും വിട്ട് മനസ്സ് ഗുരുവായൂരപ്പനിൽ മാത്രം ആയിരിക്കണം. സദാ കൃഷ്ണനാമം ഉരുവിടണം. കഴിയുന്നത്രയും തവണ ക്ഷേത്ര പ്രദർശനം നടത്തണം. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നൈവേദ്യങ്ങളായ പഴം, പായസം, അന്നദാനം എന്നിവ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഉച്ചപൂജയ്ക്ക് നടയടയ്ക്കുന്നത് വരെ നാമജപത്തോടെ ക്ഷേത്രത്തിൽ കഴിയണം. അതിനുശേഷം വിശ്രമിക്കാം. പകലുറങ്ങാൻ പാടുള്ളതല്ല. വൈകുന്നേരം നട തുറക്കുന്നതിനു മുമ്പ് ദേഹശുദ്ധി വരുത്തി ക്ഷേത്രത്തിൽ എത്തണം. നാമജപത്തോടെ എല്ലാ പൂജകളും തൊഴുത് നടയടയ്ക്കുന്നത് വരെ ക്ഷേത്രത്തിൽ കഴിയണം. രാത്രി ഭഗവാന്റെ തൃപ്പുക തൊഴുത് കൊടിമരത്തിന്റെ ചുവട്ടിൽ വന്ന് സർവ്വപാപങ്ങളും ക്ഷമിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ചെയ്യണം.